ഈസ്റ്റ് ചേർക്കാണ്ട് പലതരത്തിൽ ആപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും പെർഫെക്റ്റായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഏറ്റൊക്കെ നല്ല മുരിഞ്ഞ് ലേസ് പോലെയുണ്ട്, നടുവിൽ നല്ല സോഫ്റ്റായിട്ടുണ്ട്. 2 ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഊറ്റിയെടുക്കണം. 1 ഗ്ലാസ് വെളുത്ത അവൽ അതും കഴുകിയിട്ട് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് ചെറിയ തേങ്ങ, അപ്പോൾ ഞാൻ കയ്യിലെടുത്തു എന്നുള്ളൂ കേട്ടോ. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ഈ അരി കുതിർക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വളരെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കുക. അരി കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നന്നായിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 4 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഒരു 4 മണിക്കൂറായിട്ടുണ്ട്, അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായി നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് തിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 6-7 മണിക്കൂറൊക്കെ പിടിക്കും കേട്ടോ. ഇത് നന്നായിട്ട് പൊന്തി വരും. നമ്മൾ രാത്രി അരച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും പൊന്തി വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ട് മാവ് അരച്ച് വെച്ച പോലെ തന്നെ നല്ല പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുക. ഒരുപാട് തിക്കാൻ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കാം, അധികം ഒഴിക്കേണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക. ഇപ്പോൾ ഇത് മാവ് കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് വെച്ച് ആപ്പം ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ആപ്പം ഉണ്ടാക്കണ പോലെ ആപ്പച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ 2 കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ഓട്ടോട്ടായിട്ട് വരുമ്പോൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നടുവിൽ നല്ല സോഫ്റ്റായിട്ടുണ്ട്, ഏറ്റവും നല്ല ലേസ് പോലെ ഉണ്ടാവും. ഇങ്ങനെ ആപ്പം ഉണ്ടാക്കുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഈസ്റ്റിൻ്റെ മണം ഇഷ്ടാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ആപ്പം ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമുക്കിത് വേണമെങ്കിൽ നല്ല മുരിച്ചും ഉണ്ടാക്കാം. നല്ല ചുവന്ന കളറിൽ ആപ്പം ഉണ്ടാക്കുമല്ലോ, ചിലർക്ക് നല്ല മുരിഞ്ഞ ആപ്പമായിരിക്കും ഇഷ്ടം. അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. ഈസ്റ്റ് ചേർത്ത് ആപ്പം ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് പഴകിക്കഴിഞ്ഞാൽ പിന്നെ മാവ് പൊന്തി വരില്ല. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തൈര് ഉണ്ടായാൽ മതി, എന്നും ഒരേപോലെ തന്നെ ആപ്പം ഉണ്ടാക്കാം.